ദൈവത്തിൽ നിന്നും നമുക്ക് ലഭിച്ച ശ്രേഷ്ഠമായ ദാനങ്ങളിലൊന്നത്രേ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ച ജയം. ഈ ജയം നാം കണ്ടെത്തിയതോ നാം നേടിയെടുത്തതോ അല്ല, പകരം ഇത് ദൈവത്തിൻ്റെ ദാനമത്രേ. യേശുക്രിസ്തുവിൻ്റെ മരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും പാപത്തെയും മരണത്തെയും കീഴ്പ്പെടുത്തി അതിന്മേൽ ആധിപത്യം എടുത്തതിൻ്റെ അനന്തരഫലമത്രേ ഈ ജയം. ഈ ജയത്തിൻ്റെ മാഹാത്മ്യം തിരിച്ചറിഞ്ഞ പൗലോസ് ഇങ്ങനെ പറയുന്നു. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 57-ാമത്തെ വാക്യം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിശ്വാസികൾ എന്ന നിലയിൽ ഈ വിജയത്തിൻ്റെ യാഥാർത്ഥ്യത്തിൽ ജീവിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ വിജയത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രമേ ഒരു വിശ്വാസിക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും അചഞ്ചലരായിരിക്കുവാനും കഴിയുകയുള്ളൂ. വെല്ലുവിളിക്കും പ്രലോഭനങ്ങൾക്കും മുമ്പിൽ സ്ഥിരതയോടെ നിൽക്കുവാനുള്ള ഒരു ആഹ്വാനം കൂടിയാണ് ഈ ജയത്തിൻ്റെ പ്രഖ്യാപനം. നാം തോറ്റുപോകുമോ, പതറിപ്പോകുമോ, വീണുപോകുമോ എന്നൊക്കെയുള്ള തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോൾ ക്രിസ്തുവേശു നമുക്ക് തന്ന ജയത്തെക്കുറിച്ച് ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറയുവാൻ തുടങ്ങുക. ഒരു കാര്യം നാം ഉറപ്പായും അറിയേണ്ടത്, there is no victory without Jesus Christ. യേശു ക്രിസ്തുവിനെ കൂടാതെ ഒരു വിജയവുമില്ല. വിജയകരമായി ജീവിക്കുന്നത് യേശു ക്രിസ്തുവിൽ തുടങ്ങുകയും അവനിൽ അവസാനിക്കുകയും ചെയ്യുന്നു. യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ വിജയകരമായ ഒരു ജീവിതം നയിച്ചു. ലോകത്തിൻ്റെ മേൽ, രോഗത്തിൻ്റെ മേൽ, പ്രകൃതിയുടെ മേൽ, ഭൂതങ്ങളുടെ മേൽ, ഒടുവിൽ മരണത്തിൻ്റെ മേൽ അവിടുന്ന് ജയിച്ചു. യേശു കർത്താവ് ജയിച്ചതുകൊണ്ടാണ് നമുക്കും ജയത്തോടെ ജീവിക്കുവാൻ കഴിയുന്നത്. ഈ ലോകം വിജയത്തെ നിർവചിക്കുന്നത് പോലെ കരുത്ത് കാട്ടിയും ബുദ്ധിയും സാമർഥ്യവും പിന്നെ നാവുകൊണ്ടും കൈകൊണ്ടുമൊക്കെ വെട്ടിപ്പിടിക്കുന്നതല്ല യഥാർത്ഥ ക്രിസ്തീയ വിജയമെന്നത്. പകരം വിനയത്തിലൂടെയും സഹിഷ്ണുതയിലൂടെയും സേവനത്തിലൂടെയും ശിശുസഹജമായ വിശ്വാസത്തിലൂടെയും ദൈവേഷ്ടം ചെയ്യുന്നതിലൂടെയും മാത്രമാണ് ക്രിസ്തുവിശ്വാസികൾ വിജയം നേടുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന നമുക്ക് ജയം നൽകുന്ന എന്ന പദം ഒരു വർത്തമാനകാലത്തിൻ്റെ പ്രയോഗമാണ്. എന്നുവച്ചാൽ ഓരോ ദിവസവും ജയോത്സവമായി നമ്മെ നടത്തുന്ന ദൈവം ഈ ഒരു മഹാവിജയം ഓരോ ദിവസവും നാം ആഘോഷിക്കേണ്ടിയിരിക്കുന്നു. സ്തുതി സ്തോത്രങ്ങളോടെ, കീർത്തനങ്ങളോടെ, സാക്ഷ്യവചനങ്ങളിലൂടെ നമുക്ക് ഈ വിജയം ആഘോഷിക്കാം. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.